ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പുമായി മുന്നേറുകയാണ് ആസിഫ് അലി സിനിമ രേഖാചിത്രം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആഗോള ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറുകയാണ് ആസിഫ് അലി ചിത്രമായ രേഖാചിത്രം. റിലീസ് ചെയ്ത് 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം 50 കോടി ക്ലബിലെത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി നേട്ടമാണ് രേഖാചിത്രം സമ്മാനിക്കുന്നത്. രേഖാചിത്രം ജനുവരി 9-ാം തീയതിയാണ് തിയേറ്ററുകളിലെത്തിയത്. മികച്ച പ്രേക്ഷക പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും ആസിഫ് അലിയുടെ പ്രകടനത്തിനും വലിയ കയ്യടികളാണ് പ്രേക്ഷകർ ഒന്നാകെ നൽകുന്നത്. ദുൽഖർ സൽമാൻ, വിനീത് ശ്രീനിവാസൻ, കീർത്തി സുരേഷ് എന്നിവർ ചിത്രത്തെ പുകഴ്ത്തി പോസ്റ്റുമായും രംഗത്തെത്തിയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിലൊരുക്കിയ രേഖാചിത്രത്തിന്റെ പ്രമേയം കാതോട് കാതോരം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ തിരോധാനവും തുടർന്ന് നടക്കുന്ന പോലീസ് അന്വേഷണവുമാണ്. യാഥാർത്ഥ്യവും സങ്കല്പവുമായ സംഭവങ്ങളെ ഇടകലർത്തി സിനിമ നിർമ്മിക്കുന്ന സമീപനമായ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണറാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രേഖാചിത്രത്തിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മമ്മൂട്ടിയുടെ ചെറുപ്പമുള്ള രൂപം പുനർസൃഷ്ടിച്ചതും വലിയ ചർച്ചയായിരുന്നു. ചിത്രത്തിൽ ആസിഫ് അലിക്കൊപ്പം അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ്കുമാർ, ഉണ്ണി ലാലു, നിഷാന്ത് സാഗർ, പ്രേം പ്രകാശ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജോഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത്.